നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഫേസൊക്കെ എൻ്റെ മനസ്സിൽ, ഞാൻ കലാകാരനായതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഫേസുകൾ എൻ്റെ മനസ്സിലേക്ക് വരികയും അത് പറയണ്ട വേണ്ട അത് മറ്റേ അങ്ങനെ ഒരു കമൻ്റ് ഇടും, ഇതിങ്ങനെ വ്രണപ്പെടും, അവർ വ്രണപ്പെടും, ഇങ്ങനെ 100 കാര്യങ്ങൾ ഒരു സെക്കൻഡിനകം, ഒരു മൈക്രോ സെക്കൻഡിനകം നമ്മുടെ മനസ്സിലൂടെ പോയിട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ വേണ്ട അത് പറയണ്ട എന്ന് തീരുമാനിക്കും. പറയുന്ന തമാശകൾ സ്കെൽട്ടനായിരിക്കും, ഒറിജിനൽ തമാശകളില്ല. അപ്പോൾ അതെല്ലാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ വെട്ടിനിരത്തല് അങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടനായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടനായിരുന്നു. ഇപ്പം കൂടുതൽ കുഴപ്പമാണ്, MLA-യും കൂടാണ്. MLA-ക്ക് അത് പറയാമോ? ഒരു MLA അല്ലേടാ നീ? സ്വയം എൻ്റെ അടുത്ത് ചോദിക്കും. അല്ല, അങ്ങനെ ഒരു മോശം കമന്റ് ചെയ്ത ഒരുത്തനെ മുകേഷ് ചേട്ടന്റെ മുന്നിൽ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ മുകേഷ് ചേട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് അങ്ങനെ വലിയ റിയാക്ഷൻ ഒന്നുമില്ല. ഞാനതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ആദർശ ധീരന്റെ ജീവിതം ജീവിച്ചു പോവുക. ഇപ്പോ ഹലോ, ഗോപാലകൃഷ്ണനോ? കേക്കുന്നില്ല. ഹലോ, കമ്പിളി പതപ്പോ? ഹലോ ഹലോ ചേച്ചി വായോ, ആരാന്ന് മനസ്സിലായോ? നമ്മുടെ റാംജി റാവ് സ്പീക്കിങ്ങിലെ കമ്പിളിപ്പൊതപ്പിന് വേണ്ടി ഗോപാലകൃഷ്ണനെ വിളിച്ച ആളാണ് ഇരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ മുന്നില്. അന്നതേ കണ്ടില്ലല്ലോ, ഇന്നതേ മുന്നിൽ ഇരിപ്പുണ്ട് ഗോപാലകൃഷ്ണൻ. കമ്പിളിപ്പൊതപ്പ് വേണ്ടേ? കമ്പിളിപ്പൊതപ്പ് വേണോ ചേച്ചിക്ക്? വേണം. അല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ ഇന്ന് കടം വീട്ടിയായിരുന്നു. അത് നല്ല 2 കമ്പിളിപ്പൊതപ്പ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. വർഷങ്ങളായിട്ടുള്ള ആ കടം വീട്ടി ഒരുപാട് പേർക്ക് വളരെ സന്തോഷമായി. അതാണ് ചേച്ചി. പടങ്ങളൊക്കെ കാണാറുണ്ടോ? മുകേഷ് ചേട്ടന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ചെറുപ്പകാലത്തെ 20, 21 ഒക്കെ വയസ്സൊക്കെ ഉള്ളപ്പോൾ ആ സിനിമ മുതലേ മുഴുവൻ കാണുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാ നല്ല കോമഡിയും നല്ല ആക്ഷനും എല്ലാം ഉണ്ട്. അതായത് വർഷങ്ങളായി അറിയാവുന്ന ഒരു കൊച്ചു പയ്യനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എത്ര വയസ്സുണ്ട്? 85 വയസ്സുണ്ട്. പക്ഷെ ഡാൻസ് കളിക്കുന്ന കണ്ടാൽ ആണല്ലേ, ഞെട്ടിപ്പോവും. അല്ല, എങ്ങനെ ഈ റാംജി റാവിലോട്ട് ആരാ കൊണ്ടെത്തിക്കുന്നത്? എങ്ങനെയാ എത്തിയത് സിനിമയില്? അതിലെ ഡാൻസിന്റെ ഒരു 1000 കീനാക്കൾ ആ പാട്ടില്ലേ, ആ പാട്ടിന്റെ ഡാൻസ് ചെയ്ത മുഴുവൻ എൻ്റെ ശിഷ്യരും എൻ്റെ മക്കളുമാണ്. അവരാണ് ആ ഡാൻസ് ചെയ്തത്. അപ്പൊ മെയിൻലാൻഡ് സ്റ്റുഡിയോ വെച്ചായിരുന്നു എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടെല്ലാം പാക്കപ്പ് ആയപ്പം